ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാലും നാളത്തെ എപ്പിസോഡിൽ ഭൂമി വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ക്യാൻറ്റീനിൽ ചേച്ചി ചോദിക്കുന്നുണ്ട്, ഭൂമി നിങ്ങൾക്ക് ഇങ്ങനെ പോകണം നിർബന്ധമുണ്ടോ? നീ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് ധൈര്യം കൊടുക്കുകയാണ്. ഭൂമി പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ ചേച്ചി നോക്കണം, ഞാൻ ഒക്കെ ഫോണിൽ മാനേജ് ചെയ്തോളാമെന്ന്. പിന്നെ അച്യുതൻ അൾസറിൻ്റെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സന്തോഷത്തിലാണ് അച്യുതൻ പോകുന്നത്. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് അച്യുതൻ അൾസറല്ല, ട്യൂമറാണെന്നാണ്, ബ്രെയിൻ ട്യൂമറാണെന്നും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമില്ലെങ്കിൽ അപകടമായിരിക്കും, അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറയുകയാണ്. അപ്പോഴാണ് അച്യുതൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചിട്ടൊരു ധാരണയാകുന്നത്. അപ്പോൾ പിന്നെ അച്യുതനാകെ ഭയമാകാൻ തുടങ്ങും. കാരണം ഭൂമിയെ ഇനി എന്ത് ചെയ്യും? കാരണം അച്യുതന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് ആരുണ്ടാവുക എന്നുള്ള വിഷമത്തിലാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അച്യുതൻ അംബികയോട് പറയുകയാണ്, യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അപ്പം അംബികയ്ക്കും വളരെ വിഷമമാവും. അംബിക കരഞ്ഞിട്ട് അച്യുതനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്ത് ചെയ്യുന്ന അച്യുതേട്ടൻ നമ്മൾ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അച്യുതൻ പറയും, നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ഭൂമിയുടെ യഥാർത്ഥ അച്ഛൻ്റെ കയ്യിൽ ഭൂമിയെ തിരിച്ചു കൊടുക്കണം എന്നൊരു തീരുമാനത്തോട് കൂടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഭൂമി വന്നു കഴിഞ്ഞാൽ അച്യുതനും അംബികയ്ക്ക് വളരെ സന്തോഷത്തിൽ തന്നെയാണ് അവളോട് സംസാരിക്കുക. കാരണം ഇതൊക്കെ അവളുടെ അടുത്ത് നിന്ന് എല്ലാം മറച്ചു പിടിക്കുകയാണ് അവർ. അപ്പോൾ ഭൂമിയോട് പറയും, മോളെ നമുക്ക് ഇവിടുന്ന് പോണേക്കാൻ മുന്നേ ഇവിടുന്ന് പോകണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ ഇനി നമുക്ക് പോകണ്ട, നമ്മൾക്ക് ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയുമ്പോൾ ഭൂമിക്ക് സന്തോഷമാവും. ഭൂമിയോട് പറയും, ഞാനിവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് നീ വരണം, നീ നമുക്കെല്ലാവരും വെച്ചൊരു പരിപാടി പ്ലാൻ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ആരൊക്കെ ക്ഷണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭൂമി പറഞ്ഞു സത്യൻ സാറിനെ ക്ഷണിക്കണം, കാരണം സത്യൻ സാർ എന്തായാലും വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉള്ളുകൊണ്ട് സത്യൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാൻ തയ്യാറായിട്ടാണ് അച്യുതനും അംബികയും നിൽക്കുന്നത്. അതിനുശേഷം അവർ കുറച്ച് കാര്യങ്ങൾ അവരും തീരുമാനിച്ചിട്ടുണ്ട്.